ക്ലീറ്റോനൊരു ആവശ്യത്തിന് വിളിച്ചെടുക്കൂല. പൈസ കിട്ടാൻ സാധനം മേടിക്കണ എങ്ങനെയാ? ചേച്ചിനോട് ഞാൻ പൈസ മേടിച്ചാലോ? ഹലോ ക്ലീറ്റോ, ഒന്ന് ഫോൺ എടുത്തേ. റൊണാൾഡേ, റൊണാൾഡേ, ഒന്നിങ്ങ വന്നേ. ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്ത്? കടയിൽ നിന്ന് പോയി തരാവോ? എന്തോ പോയി തരാമോ എന്നൊക്കെ ഒരു ചോദ്യം. അല്ല, ഇനിയിപ്പം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? നീയല്ലേ ലില്ലിനോട് പോയി പറഞ്ഞത് ഞാൻ നിന്നെ ഇവിടെയിട്ട് അടിമപ്പണി ചെയ്യിക്കുക, എന്നിട്ട് കൂലിയായിട്ട് കുറച്ച് ചോറ് തരുമെന്ന് പറഞ്ഞത്. സത്യാവസ്ഥ ഏകദേശം അതൊക്കെ തന്നെ ആണെങ്കിലും അല്ല, ശരിക്കും അങ്ങനെ പോയി പറഞ്ഞതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. എന്ത് സൈക്കോളജി? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ രണ്ടുകൂടെ എന്തോ ഒരു ചിട്ടി പീസയുടെ കയറ്റി പിണങ്ങിയില്ലേ? ആ സമയത്ത് എനിക്കൊരു ഇച്ചിരി പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഐസായിട്ടൊന്ന് ലില്ലിപ്പെണ്ണെടുത്ത് നിങ്ങളെ രണ്ടു മൂന്ന് കുറ്റം പറഞ്ഞു, എന്നിട്ട് പൈസ വെച്ചാൽ വളരെ 500 അന്നേരം എടുത്ത് തന്നു. ഓ, അപ്പൊ നീ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. അനാവശ്യം പറഞ്ഞോണ്ട് പറഞ്ഞല്ല, അങ്ങനല്ല. കുറ്റം പറഞ്ഞപ്പോ അവക്ക് പൈസ തന്നു. ഒരു മൂവ്മെന്റ് ആണല്ലോ. ശത്രുവിന്റെ കുറ്റം മിത്രത്തിനോട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ. അവള് പിന്നെ കുറ്റം പറയുന്നുണ്ടല്ലേ? അവിടെയാണ് എന്റെ കുഞ്ഞിപ്പങ്ങൾ ലില്ലിപ്പണ്ണിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവള് കേട്ട് നിന്നല്ലാതെ ഒരു അക്ഷരം മിണ്ടിയില്ല. അഥവാ പലപ്പോഴും അവൾ എന്തെങ്കിലും പറയുവാണെങ്കിലും നിങ്ങളെ കുറിച്ച് നല്ലതേ പറയും. തങ്കഞ്ചേട്ടത്തി പാവുക, തങ്കഞ്ചേട്ടത്തി മോളെ പോലെ അവളെ കാണുന്നത്. പിന്നെന്തോ ഈ കുടുംബത്തിന് ഐശ്വര്യം അവളാണ്. ഞങ്ങളെപ്പോഴും അവൾ അങ്ങനെ പോസിറ്റീവായിട്ടേ പറയും. അല്ലെങ്കിൽ നിന്നെ നിന്റെ ചേട്ടനെയും പോലെ അല്ല അവള്. സ്നേഹമുള്ള വെണ്ണ. ഒരു കടപ്പാം ഒരു 200 രൂപ കടന്നേരം കാണും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അതിനകത്ത് ലിസ്റ്റിന്റെ കൂടെ പൈസ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ബാക്കി എടുത്തോ. പിന്നെ കവലെ ചെല്ലുമ്പോ ക്ലീറ്റോനൊന്ന് ഇരുന്ന് കാണണം. സാധനം മേടിക്കാനുള്ള പൈസ തരും. അത് ഞാൻ തന്നു എന്ന് പറയണ്ട കേട്ടോ. ശരി. ഈ മൂവ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഏത്? ഈ സൈക്കോളജിക്കൽ മൂവ്മെന്റ്. അതായത് ലില്ലിപ്പണ്ണ് നിങ്ങളെ കുറിച്ച് അങ്ങനെ പൊക്കിയൊന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ കയ്യിലിട്ട് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചുടനെ 200 രൂപ തരാൻ നിങ്ങൾ ഭാവിച്ചില്ലേ? അപ്പൊ ഞാനിട്ട സൈക്കോളജിക്കൽ മൂവിൽ അതും വലുതല്ലേ? എന്ത് മൂവ്മെന്റ്? പൈസ അതിനകത്ത് വെക്കാതെ അതിൽ നിന്ന് ബാക്കി എടുത്തോളാൻ പറഞ്ഞത്. പൈസ ഇല്ലേ? പിന്നെ സാധനം എങ്ങനെ മേടിക്കും? അതല്ലേ പറഞ്ഞ ക്ലീറ്റോനെ കവലെ പോയി കാണണം, ക്ലീറ്റോ പൈസ തരും. ഒരു വല്ലാത്ത മൂവ്മെന്റ് ആയിപ്പോയി മകളെ. നീ അവിടെ ഇവിടെ കറങ്ങി നിൽക്കരുത്. ഓ, അരി ഉഴുന്ന് വെച്ചൊരു വെളിച്ചെണ്ണ ഒന്നപ്പൊടി മല്ലിപ്പൊടി ഓർമ്മ. ഓഫ് ചെയ്തോ, പതുക്കെ ഇറങ്ങിക്കോ. അതൊക്കെ ഇറങ്ങളിയാ. അയ്യോ, ഇതെന്ത് പറ്റി? ഓ, ഇന്ന് വില്ലേജ് ഓഫീസ് ഉപരോധമായിരുന്നു. RDP ആയിട്ട് ചെറിയ പ്രശ്നം. കല്ലേറി പറ്റിയത്, കുഴപ്പമൊന്നുമില്ല. എന്തുവാണ് ക്ലീറ്റോ ചേട്ടാ, എന്തൊക്കെയാണ് ഒപ്പിച്ചോണ്ട് വരുന്നത്? ചേച്ചി സുലി ചേച്ചിയുടെ വീട്ടിൽ പോയതേ വരുന്നുണ്ട്. ചേച്ചി ഇങ്ങ് വന്നേ, ഓടി വാ. അയ്യോ, ഇതെന്താ? എന്റെ ദൈവമേ, ഇതെന്താ പറ്റിയേ? ഉപരോധം കല്ലെറിഞ്ഞതാന്ന്. എന്റെ ദൈവമേ, നോക്കട്ടെ. ആര് കല്ലെറിഞ്ഞു? എവിടെ? RDP കാരോട് ചെറിയ സംഘർഷം ഉണ്ടായി. ഇത് എന്തിനാ എന്റെ പൊന്നൻസാറേ RDP കാരുമായിട്ടൊക്കെ ഇടിക്കാൻ പോണത്? അതിന് ഞങ്ങൾ അറിഞ്ഞ, ഞങ്ങള് പ്രശ്നം വന്നപ്പോ ഞങ്ങൾ 4 വഴിക്ക് ഓടിയതാണ്. അളിയനെ മാത്രം തെരഞ്ഞു പിടിച്ച് അവന്മാർ എറിയോ ഞങ്ങൾ കരുതിയാ. സാധാരണ ക്ലീറ്റോ ചേട്ടന് ഓടാറുണ്ടല്ലോ. ഓടാറുണ്ട്, ഇപ്രാവശ്യം ഓടി. പക്ഷെ അവന്മാര് പാത്തിരുന്ന് എറിഞ്ഞ തലക്ക്. അവര് വിളിച്ചു തെരഞ്ഞു പോക്കറ്റ് ചെയ്ത 4000 രൂപയും പോയി. അയ്യോ ദൈവമേ, വീടും പട്ടിണിയായി. എന്തായാലും നല്ല പബ്ലിസിറ്റി ആവും. നാളെ ചാനൽ കംപ്ലീറ്റ് അളിയനായിരിക്കും, തരംഗമായിരിക്കും. ഇങ്ങനെ പറ്റിയിട്ട് തരംഗം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വൈറലാവണ്ടേ? പിന്നെ വൈറല്. ഞങ്ങളുടെ പാർട്ടി വൈറലാവും. എനിക്കൊന്ന് കിടക്കണം തങ്കം. ഒന്ന് കൊണ്ട് കിടത്ത്. സാറേ
നാളത്തെ മീറ്റിങ്ങിന്റെ കാര്യം എങ്ങനെയാണ്? എന്റെ അളിയപ്പം പോയി റെസ്റ്റ് എടുക്കുക. അളി അതോർത്ത് തല പുണ്ണാക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടാ. ഉള്ളില് ആദ്യം പോയി കിടക്ക് കിട്ടിയോ ചേട്ടാ. ഞാൻ കൊണ്ട് കിടന്നോ? വേണ്ട വേണ്ട, കുഴപ്പമില്ല, ഞാൻ പതുക്കെ പോയിക്കോളാം. ശരി, ഒന്ന് വിളിച്ചാ. ഇല്ല കുഴപ്പമില്ല, തല ഒരു തല. ഞാൻ വരണേ ചേച്ചി. വേണ്ട വേണ്ട, വേദനിക്കുന്നുണ്ടോ? ശരി, കഞ്ഞിയൊക്കെ വെച്ചു കൊടു കേട്ടോ. കേറിക്കോ ചേട്ടാ, വണ്ടി എടു. തങ്കം, ആ ഈ ദോശ ഞാൻ എങ്ങനെ കഴിക്കും തങ്കം? എനിക്ക് ചവയ്ക്കാൻ പറ്റില്ല. എനിക്ക് കഞ്ഞി അങ്ങനെ എന്തെങ്കിലും എന്താ വെള്ളം പോലെയുള്ള എന്നാ ഇതെങ്ങനെയായിട്ട് ചവയ്ക്കും ദോശ? കഞ്ഞി എന്തെങ്കിലും ഉണ്ടെങ്കിൽ താന്നേ. കഞ്ഞി ആയിട്ടില്ല, ഇപ്പൊ ഇത് കഴിക്കേ. എടി, എനിക്ക് ചവയ്ക്കാൻ പറ്റില്ലെന്ന്. സോഫ്റ്റ് ദോശയാണ്, ഇത്തിരി പിച്ചി പിച്ചി ഞാൻ തരാന്നാ. വേണ്ട വേണ്ട, എനിക്കത് പറ്റൂല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു മരവിപ്പും വേദനയുണ്ട്. എന്നാ നിക്ക്, ഞാൻ വേഗം ആക്കട്ടെ. ഓ എങ്ങനെയുണ്ട്? ഓ, വേദന ഉണ്ടോ? അതുപോലെ തന്നെ ഉണ്ട് വേദന. കൂടുന്നുമില്ല, കുറയുന്നുമില്ല. എന്തോടി കഴിക്കാൻ കൊടുത്താ അവന്? കഴിക്കാൻ കൊടുത്തില്ല, വിശപ്പുണ്ട്. ഈ കഞ്ഞി വേണോന്ന്, ദോശ ചവയ്ക്കാൻ പറ്റില്ല എന്ന്. ആ, ദോശയൊന്നും കഴിക്കാൻ പറ്റില്ല. നീ കഞ്ഞിയില് കുറച്ച് പാലൂടെ കൊഴിച്ചോളൂ. ഇത് ചവക്കാൻ പറ്റാത്തത്? ലില്ലിമോളെ, ഈ തലേരെ ഒരു ഭാഗമല്ലേ പല്ല്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇളകിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, അതൊന്നുമില്ല. ഈ ഞരമ്പിക്കൂടെ ഇങ്ങനെ ഒരു ഇത് വെറുതെ ഇരുന്നപ്പോ വന്നല്ലേ, ഇത് വരുത്തി വെച്ചതല്ലേ ഇത്? ഒന്നും മിണ്ടാതിരിക്കട്ടെ, വേദന എടുത്തിരിക്കുന്ന ആളെടുത്താണ്. വെച്ചതന്നാ ആ, അതാ. ഒരു പ്രതിഷേധത്തിന് പോയി. എന്തിന്റെ പ്രതിഷേധം? അത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് വില്ലേജ് പോയിട്ട് പ്രതിഷേധിക്കേണ്ട ഇപ്പോഴത്തെ കാര്യം എന്തായിരുന്നു? കരം കൂട്ടിട്ട് കുറച്ച് നാളായില്ലേ? ഇപ്പൊ പോയി അവിടെ കരം കൂട്ടിയതിന്റെ പേരിലാണല്ലോ ഇവർ കിടന്ന് ബഹളം വെച്ചത്. കരം എന്ന് കൂട്ടിയതാ? അത് എത്ര നാളായി? അത് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ അവിടെ പോയി പ്രസംഗിച്ചു. അതിനാണ് പോയിട്ട് ബഹളം ഉണ്ടാക്കിയത്. ആ, ആദ്യം ബഹളം ഉണ്ടായിരുന്നു. ആദ്യം മാന്യമായി സംസാരിച്ചു തുടങ്ങി. പ്രസംഗം ഇങ്ങനെ കയറി വന്നപ്പോൾ കുറച്ച് അണികളിരുന്ന് ചുമ്മാ ഇരുന്ന് കൈയടിച്ചു കൊടുത്ത്. കൈയടിച്ചപ്പോൾ ആവേശം മൂന്ന് നേതാവിന്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് ആവേശം കൊണ്ട് എതിർ പാർട്ടിക്കാരെ തെറി വിളിക്കാൻ തുടങ്ങി. പിന്നെ ഉന്തും തള്ളോയ അടിയായി പിടിയായി ഓട്ടമായി. ഓടിച്ചിട്ടാണ്ട് എറിഞ്ഞാണ് തോന്നുന്നു. അല്ലവനെങ്ങനെ ഇങ്ങനെ പൊന്നു കിട്ടിയ ചേട്ടാ, മിണ്ടാതെ നിന്ന് അങ്ങ് പ്രസംഗിച്ചാ പോരായിരുന്നാ? എന്റെ ലില്ലിമോളെ, എല്ലാ ഉപരോധത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ യുവമാരിൽ നിന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലല്ല, അത് ശരിയായിരിക്കും. പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പ്രതീക്ഷിച്ചായിരുന്നെങ്കിൽ മുറ്റത്തോട്ട് ഇറങ്ങൂലായിരുന്നു. ആ, അത് സാധാരണ ഇവന് കൊള്ളാറുമില്ലല്ലോ. എടി, ഇതിപ്പോ വേറൊന്നുമല്ല. ഇതിപ്പോ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായണത്. ചേട്ടനൊന്നും മിണ്ടാതിരിക്കാവാ. ഒന്നാമതെ വേദന കൊണ്ടിരിക്കണ ആള്. അതൊരു ആ ഓട്ടത്തിനിടയ്ക്ക് ക്ലീറ്റോച്ചേന്റെ പോക്കറ്റിൽ നിന്ന് പൈസ പോയി. പൈസ പോയില്ല. എത്ര രൂപയായിരുന്നു പോയത്? 4000. ഓ, എവിടെയാന്ന് വെച്ചിട്ട് അറിയാൻ പാടില്ല. തല മരവിച്ചപ്പോ ഓർമ്മ പോയിന്ന്. അത് നേരത്തെ ഓർമ്മയില്ലല്ലോ. എന്റെ പൈസ പോയത് പോട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. നാടിന് വേണ്ടി സ്വന്തം സമയവും ശരീരവും അധ്വാനവും ഒക്കെ ചെലവാക്കുന്നവനാണ് യഥാർത്ഥ നേതാവ്. അതാണ് യഥാർത്ഥ നേതാവ്. നമ്മൾ നല്ല നേതാവ് നമ്മൾ സ്വയം പറയാനല്ലേ വേണ്ടത്, മറ്റുള്ളവരാണ് പറയേണ്ടത്. അല്ല, സ്വയം ഇങ്ങനെ ഞാൻ ഭയങ്കര കാര്യം ഒരു കാര്യം പറയട്ടെ. എടാ, ഒരു കാര്യം നീ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതുപോലുള്ള ഒരുപാട് പ്രതിഷേധങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ നേരിടുന്നവരാണ് ഞങ്ങൾ പോലീസുകാർ. പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റാറുണ്ടോ? കാരണം അഭ്യാസമുറകൾ പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ, അല്ലേ? നിങ്ങൾക്ക് പറയേണ്ടത് അറിയില്ല. ഞങ്ങൾ അങ്ങനെയുള്ളവരാണ്. എത്രയോ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരിക്കുന്നു, എത്രയോ ധർണകളിൽ പങ്കെടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ? ഇന്നത് വരെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? എനിക്ക് ഇല്ല. ഒഴിഞ്ഞു മാറാനുള്ള തന്ത്രം കൂടി പഠിച്ചിരിക്കണം നമ്മൾ. അല്ല, വെറുതെ നേതാവെന്ന് പറയുന്നത് കാര്യം. കഞ്ഞി കൊടുക്കേച്ചി, വരാട്ടാ. പിന്നെ കഞ്ഞി കുടിക്കാൻ പോലും വയ്യാതിരിക്കണവൻ്റെ അടുത്ത് വന്നിട്ടാണ് അവൻ്റെ കഞ്ഞി കുടിക്കാൻ പറ്റരുത് നിങ്ങൾക്ക്. ഇപ്പോഴല്ലേ ഞാൻ കാര്യം അറിയുന്നത്. എന്തിന്റെ ക്രിമിക്കുത്തായിരുന്നു? ആ കല്ലിന്റെ സ്ഥാനത്ത് ഒരു വെടിയുണ്ടായിരുന്നെങ്കിൽ നിനക്കെല്ലാം സമാധാനമായി. നിങ്ങൾക്ക് വെടിയുണ്ട കിട്ടിയാ പോരാ, വെടിയുണ്ടൊക്കെ തെറിച്ചു പോകും. പീരങ്കി കിട്ടണം, പീരങ്കി. ശരിയുണ്ട്. തലചുറ്റിക്ക് പൊട്ടലുണ്ടോ? സ്കാൻ ചെയ്തോ? എക്സ്റേ എടുത്തോ? കാഴ്ച കുഴപ്പമല്ലോ? എടാ, ഞാൻ ഒരു കല്ല് മാത്രമേ കണ്ടുള്ളൂ, പിന്നെ ഒന്നും കണ്ടില്ല. പറഞ്ഞിട്ട് എന്തിനാ നിനക്ക്? എറിഞ്ഞ ആളിനെ ഓർമ്മയുണ്ടോ? പറ, ആളാരാന്നറിയോ? എന്തിനാ എന്നിട്ട്? അതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു കല്ല് വന്നു, ഇങ്ങനെ ഒരു പുകമറ മാത്രമായിരുന്നു. ആണ്ടേ എറിഞ്ഞ ആളുടെ പുറകെ പോയിട്ട് പിന്നെ ഞോണ്ടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇവരെ പോലെ ഈ അൻസാർ നടരാജനും പുരുഷൊന്നും അല്ല അതിനകത്തുള്ളത്. നല്ല തണ്ടും തടിയുള്ള ആണുങ്ങളുണ്ട്. തലയും കൊയ്തുണ്ടങ്ങ് പോകും. ഞാൻ പോകത്തില്ല, എനിക്കറിയാം. അവർ നല്ല കൈകെട്ടുള്ള ഒരുപാടങ്ങ് ചെറുതാക്കി കാണല്ലേ തങ്കം. പിന്നെ
ഓടിയ സമയത്തെ പോക്കറ്റിൽ നിന്ന് പൈസ തെറിച്ച് വീണു. നമ്മുടെ വില്ലേജ് ഓഫീസർ ജോലി ചെയ്യുന്ന സുമാരമുള്ളൊക്കെ കിട്ടിയേ. അയാൾ എൻ്റെ 2500 തന്നായിരുന്നു. ഓ കിട്ടിയോ? എടാ എത്ര 2500. 4000 രൂപ എന്ന് പോയതാണ്. അതൊന്നും എനിക്കറിയത്തില്ല. 2500 രൂപ എന്നുള്ളൂ. ഞാൻ അത് കൊടുത്ത് കടയിലെ മുൻപറ്റും തീർത്ത് ഇപ്രാവശ്യം പേടി സാധനത്തിന്റെ പൈസയും കൊടുത്തു. ഞാൻ അയാളൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് എത്ര കിട്ടിയെന്ന്. വിളിക്കാൻ കാര്യമൊന്നുമില്ല. 2500 അല്ലാതെ 4000 രൂപ ഉണ്ടായിരുന്നു. അയാൾ എന്താ അടുത്തരം കാണിക്കണേ? 3000 ഉണ്ടായിരുന്നു. 500. സത്യം പറ റൊണാൾഡേ, അങ്ങനെ 4000 നിന്റെ കയ്യിൽ തന്നില്ലേ? ഇല്ല, ഒരു 500 കൂടെ തന്ന് അത് വണ്ടിപ്പണിക്ക് കിട്ടിയ പൈസ കിട്ടാൻ വേണ്ട. അന്നേരം ഞാനത് തിരിച്ചു തരും. ഉറപ്പായിട്ട് തരും. സത്യം. ഞാൻ വിളിക്കും. വേണ്ട, വിളിക്കണ്ട. അച്ചമ്പി തലയ്ക്ക് നല്ല വേദന കാണും. അച്ചമ്പി കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കാതെ അനങ്ങാതെ വാതറക്കാരി മുഖം വലിയ വേദന എടുക്കും. പിന്നെ അച്ചമ്പി മിണ്ടാതെ കയറിപ്പോയി. വേറൊരു കാര്യം അപ്പുക്കുട്ടൻ സാറ് പറഞ്ഞത്, ഞാനില്ലാത്ത ദിവസം അതാ നീ എല്ലാം കാര്യമായിട്ട് എടുക്കണേ സാറേ. എല്ലാവരും പറഞ്ഞൊന്ന് നിലയ്ക്ക് നിർത്തണേ. എന്തെങ്കിലും രാഷ്ട്രീയപരമായ സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടാ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇപ്പം എനിക്ക് കിട്ടിയത് കിട്ടി. നമ്മൾ വേറെ ഇതിൻ്റെ പ്രലോഭനം നമ്മൾ ഈ RDP എടുത്തോ ഒന്നിനും പോകണ്ട കേട്ടാ. നമ്മളെ അണികളോടൊക്കെ മര്യാദയ്ക്ക് നടക്കാൻ പറ. സംസാരിക്കാനൊന്നും വയ്യളിയാ. ഓ ശരി വെച്ചാരെ. ഓ തലയ്ക്ക് മുറിവ് പറ്റിയാണെങ്കിലും വായും വെച്ച് മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചു. എന്നിട്ടും ചിലാന്ന് ചലച്ചോണ്ടിരിക്കുക. എൻ്റെ തങ്കം, ഇതിപ്പം നമ്മളൊരു ചെറിയ കളിയാണ്. DDT പാർട്ടി മൊത്തത്തിൽ ഒലഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ വീണപ്പോൾ. എന്നിട്ട് എന്തി ഇവിടെ വന്ന് കിടന്ന മരുന്ന് ആര് കഴിക്കും? അതെ, ഒന്ന് എഴുന്നേപ്പിച്ച്. തലക്കല്ലേ പറ്റിയത്? അതിന് കൈക്കും കാലിനും കുഴപ്പമില്ലല്ലോ. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം മുഴുവനും തലയിന്നാണ് തുടങ്ങുന്നത്. ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു സുഖമുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ഇരുന്നാ പോരെ? കിടക്കണെന്തിനാ? കിടക്കണമെന്നുണ്ട്, ഇരിക്കണമെന്നുണ്ട്, നടക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എല്ലാ വേദനയും മറന്ന് സുഖമായിട്ട് കിടന്ന് ബോധം കെട്ട് ഉറങ്ങാൻ പറ്റിയ ഗുളിക വല്ലതും ഉണ്ടായി താതങ്കം. അത്രയ്ക്കും ബോധം കെട്ട് കിടന്നങ്ങ് ഉറങ്ങിയാൽ മതിയല്ലോ, ബാക്കിയുള്ളവന്റെ ഉറക്കം കളഞ്ഞിട്ട്. ആൾക്കാരൊക്കെ എന്തൊക്കെയാ പറയണേന്ന് അറിയാമോ? എന്ത് പെൺപുലിയിലൊക്കെ പറയാണ് ക്ലീറ്റോന്റെ ബോധം പോയി ഒറ്റ എറിഞ്ഞ് ക്ലീറ്റോ നിലത്ത് കറങ്ങി വീണ് എന്നും പറഞ്ഞിട്ട് വെറുതെ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യത്തിന് പോണതാണ്. നാട്ടുകാർ പറയുന്നത് പോട്ട് വീട്ടുകാർ പറയുന്നത് കേട്ടില്ലേ? ഇല്ലെങ്കിൽ എൻ്റെ ആളിയെ എടുത്തേ. ഞാൻ ഇങ്ങനൊരു അവസ്ഥയിൽ വന്നപ്പോൾ അവൻ എന്താ എന്നെ പറയണേ? അവനെന്നെ ഇങ്ങനെയൊക്കെ ക്രൂശിക്കാമോ? ഒരു വീണ് കിടക്കണവനെ. അതെ എന്തൊക്കെയാണ് അവൻ പറഞ്ഞത്? ചങ്കിക്കൊള്ളുന്ന രീതിയിൽ. പട്ടിയുടെ വായിൽ കോലിട്ട് ഇളക്കി കടിയും കൊണ്ടിട്ട് വന്നിട്ട് പിന്നെ തലക്കിൽ നിന്ന് ആശംസ പറയാൻ പറ്റുമോ? ഓ അത് ശരി. എന്താ അത് ശരിയെന്ന്? കൊള്ളാം. മാതിരി എൻ്റെ വേദനയ്ക്കും ഞാൻ അനുഭവിക്കുന്നതിനും ആർക്കും ഒന്നും പ്രശ്നമല്ല ഇവിടെ. എൻ്റെ പാർട്ടിയിലെ അണികൾക്കും പാർട്ടിക്കാർക്കും ഉള്ള സ്നേഹം പോലും എൻ്റെ വീട്ടുകാർക്കില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോഴത്തേനും കല്ലൊന്നും കൊണ്ടാ പോരാ, ഗുണ്ടായിരുന്നു കൊള്ളേണ്ടത്. ഈ ഒരു കാര്യം ഇച്ചിരി വിഷം കലക്കി തന്നെ എന്നെ അങ്ങ് കൊല്ല്. അധികം പ്രലോഭിപ്പിച്ചാൽ ഞാൻ അതും ചെയ്യും. ഞാനത് പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. എന്തെങ്കിലും നീ അത് ചെയ്യൂ. ഓറഞ്ച് വേണോ? വേണ്ട. ഗുളികേ അത് കയറി ഉടങ്ങിയതുണ്ട്. ഒരു ഗുളിക കഴിച്ച രംഗാണ് ഇപ്പൊ കണ്ടത്. ഞാൻ ദിവസവും ഗുളികയല്ലല്ലോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇത്രയുള്ള ഗുളികയല്ലേ, വെള്ളം കുടിക്കുമ്പോ അതൊക്കെ കൂടെ അതങ്ങ് കുരുങ്ങിപ്പോയി. നീ ഇനി കുരുങ്ങാൻ വേണ്ടി തന്നെയാണോ എനിക്ക് സംശയമുണ്ട്. പിടി തങ്കം, എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ച് ഇത്രയും വിശാലമായ വാർത്ത പറഞ്ഞത് ആദ്യമായിട്ടാണ്. അതിനെന്താ കണക്കിന് കിട്ടിയല്ലോ. ശകലം കൊണ്ടെങ്കിൽ എന്ത് തന്നെ, അത് ജനസേവനമല്ലേ, ജനസേവനത്തിന് വേണ്ടിയിട്ട്. അയ്യോ ഇതെന്തുപറ്റി?
എന്തു പറ്റിയ കുഴപ്പമൊന്നുമില്ല, കൈക്ക് മാത്രം. അങ്ങോട്ട് പോയപ്പോ ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. ഈ യുവജന സംഘടനയുടെ ഒരു സ്റ്റേഷൻ മാർച്ച് ഉണ്ടായിരുന്നു. പെട്ടെന്നായതുകൊണ്ടേ പോലീസുകാരുടെ എണ്ണം കുറവായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളിയും പിടിച്ചോലിയൊക്കെ ആയി, എറിയും ഒക്കെ ആയി. ആ കൊടുത്ത് മറിഞ്ഞു വീണപ്പോ ഒന്ന് അല്ല, ചെറിയൊരു ഫ്രാക്ഷൻ. ഇതിനാണ് രാവിലെ ഒരുങ്ങിക്കെട്ടി ഇവിടെ ധൃതി പിടിച്ച് പോയത്. അപ്രതീക്ഷിതമായിട്ട് സ്റ്റേഷനിൽ ഒരു ആക്രമണം നടക്കാൻ വീട്ടിൽ കയറിയാൻ പറ്റുമോ? ഈ സമരക്കാരെല്ലാം കൂടെ ഇതിന്റെ സ്റ്റേഷനിലോട്ട് വരണത്. പിന്നെ പോലീസ് വിരോധിക്കാൻ വരുന്നവര് വീട്ടിലായിരുന്നു ചെയ്യണത്. ഇത് നിനക്കൊക്കെ ഇങ്ങനെ പറ്റുമോ കനക? ക്ലീറ്റോന് പറഞ്ഞത് പിന്നെ ഇതിന്റെ പരിശീലനം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഈ ട്രെയിനിങ് ഒക്കെ കിട്ടണല്ലേ, എന്നിട്ട് ഇങ്ങനെയൊക്കെ പറ്റണ എങ്ങനെയാ? തടുക്കാരുന്നില്ല ഏട്ടൻ. വിളിക്കാൻ എന്താ എന്നിട്ട്? പിന്നെ വേണ്ട, ഇവിടെ തന്നോളൂ. നാക്ക് ചൊറിയുന്നുണ്ടെന്ന് തോന്നണല്ലോ. ഇതിന് എത്ര നാളത്തേക്ക് ഇടേണ്ടി വരും ഏട്ടാ? 10-12 ദിവസം ഇടേണ്ടി വരുമായിരിക്കും. വേദന ഉണ്ടല്ലോ, അതല്ലേ ഏട്ടൻ ഇങ്ങനെ? വലിയ കുഴപ്പമില്ല, പക്ഷെ ആന്റിബയോട്ടിക്സ് ഉണ്ട്, അതൊരു ഒരാഴ്ച കഴിയുമ്പോൾ തീരും. പിന്നെ കുറച്ച് നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ ചേട്ടാ. കൈ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. മിണ്ടാതിരിക്കുവോ? വന്നിട്ട് ഇവിടെ ഒന്ന് ഇരിക്കുവോ? ഇച്ചിരി സമയം വെള്ളം ചൂടാക്കാം, മേല് കഴുകാൻ അങ്ങോട്ട്. ഇന്നിപ്പോ കുളിച്ചില്ലാലും കുഴപ്പമില്ലേ? വേണ്ട, ഒന്ന് മേല് കഴുകാം. വേദന ഉണ്ടോ? പറയത്തക്കൊന്നുമില്ല, എന്നാലും ഉണ്ട്. വീണയല്ലേ, അപ്രതീക്ഷിതമായിട്ട് വീണപ്പോ ഉണ്ടായ ഒരു ചെറിയൊരു ഇത്. പൊട്ടലില്ലല്ലോ? പൊട്ടലില്ല, എക്സ്റേ എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു എന്തോ ഒരു. അത് പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള വീഴ്ചയിൽ ഞരമ്പ് വലിഞ്ഞതായിരിക്കും. അതൊരു 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും. നമ്മുടെ മറ്റേ എന്തൊന്നാ എണ്ണയുടെ പേര് അമ്മയ്ക്ക് ഇവിടെ വാങ്ങിക്കണ പിണ്ടതയിലോ? അല്ലല്ല, അതല്ലല്ല, മുറുവെണ്ണ. മുറുവെണ്ണ ഇട്ടിട്ട് 2 ദിവസം തളവി അതങ്ങ് മാറും. എന്നാലും ഞാൻ ആലോചിക്കായിരുന്നു, നിങ്ങൾ ഈ പോലീസുകാർക്ക് ഈ ട്രെയിനിങ് പീരീഡിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഉള്ള ഈ ആക്രമണത്തെ തടയാനുള്ള വീഴ്ചയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ? ഉണ്ട്. പിന്നെ നീ എന്തെന്നാ ക്ലാസ്സിൽ പോയില്ല? അതാ അന്ന് അവിടെ ഇരുന്ന് ഉറങ്ങിയ? ഉറങ്ങിപ്പോയി കാണല്ലേ? അത് അറ്റൻഡ് ചെയ്തെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ അളിയ, ഇപ്പം നീ ഇങ്ങനെ ഒരു പോലീസുകാരൻ ആക്രമണത്തിൻ്റെ ഇടയിൽ വീഴുന്ന് കൈക്ക് പരിക്ക് പറ്റി, ഇനി കൈ ഒടിഞ്ഞ് പൊട്ടിയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല, ഒരു പത്രത്തിലും അതിനെക്കുറിച്ചൊരു വാർത്ത വരെയില്ല. വെറുതെ കിട്ടാനുള്ളത് നിനക്ക് കിട്ടി. പക്ഷേ അവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ വ്യത്യാസം. എൻ്റെ നെറ്റിയിലുണ്ടായ മുറിവാണ് കേരളത്തിൽ നിന്നല്ല ലോകത്തെ മലയാളികളുള്ളിടത്ത് എല്ലാം ചർച്ചാ വിഷയം. എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞിരിക്കുകയാണ്. ക്ലീറ്റസ് മത്തായി എന്നൊരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ തിരുവനന്തപുരം എടപ്പഴഞ്ഞിയിൽ ഉണ്ടെന്നും അയാളിങ്ങനെ ഒരു പൊതുജന സേവനമായ ഒരു ബന്ധപ്പെട്ട പരിപാടിക്ക് പോയപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന് മുറിവ് പറ്റിയെന്നും അതിലൊരുപാട് പേർക്ക് സങ്കടമുണ്ടെന്നും പറഞ്ഞൊക്കെ വാർത്തകൾ വരണത് കണ്ടാ നീ? എടാ, ഈ ഒരു കാര്യം നമ്മളിപ്പോൾ എത്ര പരിശീലനം കിട്ടിയാലും അപ്രതീക്ഷിതമായ ചില അറ്റാക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് ആർക്കും സംഭവിക്കുക. എനിക്ക് മാത്രമല്ല, 1-2 പേരെ പോലീസുകാർക്കും പറ്റിയിട്ടുണ്ട്. എടാ, എനിക്കിപ്പോൾ ഇത് സംഭവിച്ചത് എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. ചിലപ്പോൾ ഇത് പറ്റും, ചിലപ്പോൾ ഇതിനപ്പുറം പറ്റിയെന്നിരിക്കും, ചിലപ്പോൾ ഒന്നും പറ്റിയില്ലെന്ന് ഇരിക്കും. മനസ്സിലായില്ലേ? പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വന്തം ശരീരം മുറിച്ചിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, ഭയങ്കര ചീപ്പായിപ്പോടാ, ഭയങ്കര ചീപ്പായിപ്പോയി. അയ്യോ, കഷ്ടം. പൊന്നെ പോലീസുകാരളിയാ, ഞാൻ ഇത്രയും നാളും കരുതിയത് ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കിയ ഒരേ ഒരാൾ നീ മാത്രമാണെന്നാണ്. എടാ, സ്വന്തം ശരീരം വേദനിപ്പിച്ചിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ക്ലീറ്റസ് മത്തായി എത്ര മണ്ടനാണെന്ന് നീ കരുതിയ? ഡേ, കേരള പൊളിറ്റിക്സിൽ എനിക്കൊരു പേരുണ്ട്, രാഷ്ട്രീയ രാവണൻ. ആ രാവണൻ്റെ 10 തലയിൽ ഒരു തലയിലെ ബുദ്ധിയാണ് നീ ഇപ്പം കണ്ടത്.
ഇനി 9 തലയിലെ ബുദ്ധി ബാക്കി കിടക്കണേ ഉള്ളൂ. Aliens.